ചരിത്രപ്രസിദ്ധമായ നിലാമുറ്റവും തലശ്ശേരിക്കടുത്ത പെരിങ്ങത്തൂരും കോഴിക്കോട് ജില്ലയിലെ പാറപ്പള്ളിയും മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത മൂന്നാക്കലുമെല്ലാം ഇതിന്റെ ഏതാനും ഉദാഹരണങ്ങളാണ്. നിരായുധരും നിഷ്കളങ്ക ഹൃദയരുമായി കടൽ കടന്നെത്തുകയും സൗന്ദര്യത്തികവിന്റെ സുഹൃത സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്ത ആദ്യകാല മുസ്ലിങ്ങളുടെ അതുല്യമായൊരു സമുദായ പടയണിയാണ് ഇവിടെ രൂപം പ്രാപിച്ചത്. ജാതീയ കുശുമ്പിന്റെ മാറാപ്പുപേറി മനം മടുത്ത ഇവർ സർവസമത്വത്തിന്റെ ശാദ്വല തീരത്തെത്തിയപ്പോൾ പുതിയൊരു മനുഷ്യരാവുകയായിരുന്നു. കലയും ഭാഷയും സാഹിത്യവുമൊക്കെ സ്വതസിദ്ധമായി ആവിഷ്കരിച്ച് സർവാദരണീയരായ ഇവർ മഹാപിള്ളമാരായെന്ന് മാത്രമല്ല, അധികാരാരോഹണവും നടത്തി അഭിമാനത്തിന്റെ കൊടുമുടി കയറിയെന്നാണ് ചരിത്രം. കണ്ണൂരിലെ അറക്കൽ രാജവംശവും സാമൂതിരിയുടെ വിശ്വസ്ത സേനാനായകരും മലബാറിന്റെ കാവൽഭടന്മാരുമായിരുന്ന കുഞ്ഞാലിമരക്കാർമാരും ഈ പ്രൗഢസാന്നിധ്യത്തിന്റെ അനശ്വര സ്മരണകളാണ്. മനസ്സിൽ വിശ്വാസത്തിന്റെ അഗ്നിജ്വാലകളും ഹൃദയം നിറഞ്ഞ പോരാട്ട വിപ്ലവ വീര്യങ്ങളും നെഞ്ചേറ്റിയ മാപ്പിളമാർ കേരള ചരിത്രത്തിൽ തീർത്ത വീരഗാഥകൾ വിസ്മയാവഹമാണ്. കുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ, പുത്രൻ ഫല്ലൽ തങ്ങൾ, വെളിയങ്കോട് ഉമർ കാളി, നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവർ ദേശദ്രോഹികൾക്കെതിരെ സമരാഗ്നിയൊരുക്കിയ തീപ്പന്തങ്ങളായിരുന്നു. ചേറൂർ ലഹളയും പൂക്കോട്ടൂർ യുദ്ധവും മലപ്പുറം ഏറ്റുമുട്ടലുമെല്ലാം അവരുടെ വീര്യത്തിന്റെ ഉജ്ജ്വല നിദർശനങ്ങളായിരുന്നു. അറബി മലയാള ലിപിയും മാപ്പിള സാഹിത്യങ്ങളും ഒട്ടേറെ മാപ്പിള കലകളും ഇവർക്ക് സ്വന്തമായി അവകാശപ്പെടാനുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥങ്ങളായ ഫത്ഹുൽ മുഈൻ, തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നിവയും കോഴിക്കോട് കുറ്റിച്ചിറയിൽ അന്ത്യനിദ്ര കൊള്ളുന്ന കാളി മുഹമ്മദിന്റെ മുഹിയുദ്ദീൻ മാലയും മഹാകവി മൊയിൻകുട്ടി വൈദ്യരുടെ നിരവധി രചനകളും ഇവയിൽ എടുത്തു പറയേണ്ടതാണ്. കേരള മുസ്ലിങ്ങളുടെ ദീപ്ത പൈതൃകങ്ങളെ സമ്പന്നമാക്കിയതിൽ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ പങ്ക് ഏറെ സുവിദിതമാണ്. മദീനയിൽ നബി തിരുമേനി ആരംഭിച്ച പള്ളി കേന്ദ്രീകരിച്ചുള്ള മതപാഠശാലയ്ക്ക് കേരളത്തോളം ഒരുപക്ഷെ മറ്റെവിടെയും സമാനതകളുണ്ടാവില്ല. താനൂർ വലിയ കുളങ്ങര പള്ളി, കുറ്റിച്ചിറ മിസ്കാൽ പള്ളി, മുച്ചുന്തിപ്പള്ളി, പൊന്നാനിയിലെ വലിയ ജുമഅത്ത് പള്ളി, നാദാപുരം പള്ളി എന്നിവ കേരളത്തിൽ പള്ളി ദർസിന്റെ പൗരാണികത തളംകെട്ടി നിൽക്കുന്ന ധന്യകേന്ദ്രങ്ങളാണ്. ഹിജ്റ 670 മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ ഹളറമി താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ സ്ഥാപിച്ച ദർസിന് ഹിജ്റ 1237 വെളിയങ്കോട് ഉമർ കാളിയും 1265 മമ്പുറം തങ്ങളുടെ കൂട്ടുകാരൻ ഔക്കോയ മുസ്ലിയാരും നേതൃത്വം നൽകിയിട്ടുണ്ട്. സമസ്തയുടെ സ്ഥാപക ഉപാധ്യക്ഷനായിരുന്ന പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ 1924 ഇതിനെ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജാക്കി ഉയർത്തി എന്നാണ് ചരിത്രം. പൊന്നാനിയിലെ മഖ്ദൂം പണ്ഡിതന്മാരാണ് കേരളത്തിലെ മതപഠനത്തിന് വ്യവസ്ഥാപിത രൂപവും കരിക്കുലവും തയ്യാറാക്കിയത്. ആധുനിക സ്ഥാപനവൽക്കരണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടപ്പിലാകുന്നതുവരെ പൊന്നാനിപ്പള്ളിയിലെ ഈ വിളക്കത്തിരുന്നായിരുന്നു മുസ്ലിം പണ്ഡിതന്മാർ മതപഠനം ഔദ്യോഗികമായി പൂർത്തിയാക്കിയിരുന്നത്. 1915 സ്ഥാപിച്ചതാണ് തളിപ്പറമ്പിലെ ഖുവ്വത്തുൽ ഇസ്ലാം അറബി മദ്രസ. പ്രവാചക ശിഷ്യരായ സ്വഹാബികൾ മുതലുള്ള അറിവിന്റെ നിറസാഗരങ്ങളായ പണ്ഡിതന്മാരുടെ പരിരക്ഷണത്തിൽ വളർന്ന കേരള മുസ്ലിങ്ങൾക്കിടയിൽ
1920-കൾ വരെ പുത്തനാശയക്കാരുണ്ടായിരുന്നില്ല. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ സുന്നികളല്ലാത്തവർ കേരളത്തിലുണ്ടായിരുന്നില്ലെന്ന് സർ വില്യം ലോഗൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. 1922-ൽ രൂപീകൃതമായ കേരള മുസ്ലിം ഐക്യസംഘത്തിലൂടെയാണ് പൈതൃക സമ്പന്നമായ മുസ്ലിം കേരളത്തിലേക്ക് ബിദ്അത്തുകാരൻ ചേക്കേറിയത്. കുതന്ത്രങ്ങളിലൂടെ സാധാരണക്കാരെ വലവീശി പിടിക്കുന്ന അവരെ പ്രതിരോധിക്കൽ പണ്ഡിത കേരളത്തിന്റെ ധർമ്മമായിരുന്നു. ഈ ദൗത്യനിർവഹണത്തിനായി 1925-ൽ കോഴിക്കോട് ജുമുഅത്ത് പള്ളിയിൽ സംഘടിച്ച സമുന്നതരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു പണ്ഡിത സംഘടന രൂപീകരിച്ചു. വിപുലവും വ്യവസ്ഥാപിതവുമായ പ്രചരണങ്ങൾക്കു ശേഷം 1926 ജൂൺ 26-ന് കോഴിക്കോട് ടൗൺഹാളിൽ സംഗമിച്ച പണ്ഡിത കേരളം പ്രസ്തുത സംഘടനയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ പുനഃസംഘടിപ്പിച്ചു. വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു പ്രസിഡന്റ്. ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും നിബന്ധനകളുമെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഭരണഘടന തയ്യാറാക്കിയതിനുശേഷം 1934 നവംബർ 14-ന് കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ സമസ്ത രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആദർശ പ്രചരണം, പ്രതിരോധം, അവകാശ സംരക്ഷണം, ഭൗതിക പുരോഗതി എന്നീ 4 അടിസ്ഥാന ലക്ഷ്യങ്ങളിലാണ് സമസ്ത നിലകൊള്ളുന്നത്. ഭരണഘടനയിലെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ വിവരിക്കുന്ന എ, ബി, സി, ഡി വകുപ്പുകൾ ഇത് വിശദീകരിക്കുന്നുണ്ട്. സംഘടനയുടെ എക്കാലത്തെയും പ്രവർത്തനരീതി അതിനടിസ്ഥാനത്തിലാണ്. സമസ്ത പിന്നിട്ട അഭിമാനകരമായ 8 പതിറ്റാണ്ടിന്റെ ചരിത്രം അതിന് സാക്ഷ്യം വഹിക്കുന്നു. കേരളത്തിൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും സാമൂഹ്യ സാംസ്കാരികമായ ഉന്നമനത്തിനു വേണ്ടിയും കുറിച്ചു വരുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 80-ലധികം പതിക്കമുള്ള പ്രസ്ഥാനം പല മണ്ഡലങ്ങളിലും ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിജ്ഞാനരംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെല്ലാം തന്നെ മഹത്തായ പ്രവർത്തനമാണ് ഇവർ സംഭാവന ചെയ്തിട്ടുള്ളത്. ഇന്ന് ആയിരക്കണക്കിൽ മദ്രസകൾ ഈ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കേരളത്തിന് പുറത്തും നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനം ഇനിയും ശക്തിപ്പെടുത്തേണ്ടതും വളരേണ്ടതും ആവശ്യമാണ്. ഇതിൽ സമയത്ത് തിരുത്താനം നീക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനം കൂടുതൽ സുദൃഢമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും മുന്നോട്ട് വരണം. ഇതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ 2.5 ദശകങ്ങളിൽ ആദർശ പ്രചരണത്തിനും പ്രതിരോധത്തിനുമാണ് സംഘടന ഊർജം ചെലവഴിച്ചത്. ബഹുമാനപ്പെട്ട നബിയും അവിടുത്തെ സഹാബത്തും ആ സഹാബത്തിനോട് പിൻപറ്റിയതായ താബീങ്ങൾ, തബഴ് താബീങ്ങൾ അടക്കം ഇന്നേ വരെ ഭൂമി ലോകത്ത് വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും തസവുഫ് സംബന്ധമായിട്ടും എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നുവോ ആ പ്രവർത്തനങ്ങൾ അപ്പടി പ്രവർത്തനത്തിൽ കൊണ്ടുവരണം എന്നാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ജനങ്ങളോട് പറയുന്നത്. ആ പ്രവർത്തനം നിലനിർത്താനാണ് മഹാന്മാരായിരിക്കുന്ന മശായിഖന്മാർ ബരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ മഹാനവറുടെ നേതൃത്വത്തിൽ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമായത് ആ ആവശ്യത്തിനാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും കാലം മുതൽക്ക് നടന്നു പോന്ന പ്രവർത്തനങ്ങൾ അലങ്കോലപ്പെടുത്തി പ്രവർത്തിക്കുന്ന ചില ബിദഈ പ്രസ്ഥാനക്കാർ പണ്ടുകാലത്ത് പുറപ്പെട്ടു. നമ്മുടെ കേരളത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത് കാലക്രമേണയാണ്. ബഹുമാനപ്പെട്ട